കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരിക്കൽ കൂടി ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നമ്മൾക്ക് സ്തോത്രം ചെയ്യാം. ദൈവം മനുഷ്യരുടെ കൂടെ നടക്കുന്നതും മനുഷ്യർ ദൈവത്തിന്റെ കൂടെ നടക്കുന്നതുമായി പറ്റി നമുക്ക് ചിന്തിക്കാം. ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ മാത്യു 7:13-14 കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. Enter through the narrow gate, for wide is the gate and broad is the path that leads to destruction. Many will choose the easy way, but small is the gate and narrow is the path that leads to life, and only few will find it. Let us pray. Heavenly Father, we pray that the Holy Spirit will open up the eyes of our understanding, that the Spirit will give us the knowledge to understand your words and the wisdom to put that knowledge into our own practice. In Jesus' name we pray. Amen. നമ്മൾ ദൈവം മനുഷ്യരുടെ കൂടെ നടക്കുന്നത് നോക്കുമ്പോൾ, നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് ബൈബിളിൽ നോക്കുമ്പോൾ ധാരാളം ആളുകളുടെയും ജനതയുടെയും കൂടെ നമ്മുടെ ദൈവം നടന്നതായിട്ട് നമ്മൾ കാണാം. അതിലേതാനും ചില എക്സാമ്പിൾ മാത്രം നമ്മൾ ചിന്തയിൽ കൊണ്ടുവന്ന് മുന്നോട്ട് നമ്മൾക്ക് പോകാം. God called Abraham. ഹാരാനിൽ നിന്ന് എബ്രഹാമിനെ വിളിച്ച് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിൽ കനാൻ ദേശത്തിലേക്ക് പോകാനായിട്ട് പറയുന്നു. എബ്രഹാം അത് അനുസരിക്കുന്നു. ദൈവം കൂടെ ഇരുന്ന് എബ്രഹാമിന്റെ ജീവിതകാലം മുഴുവനും കൂടെ ഇരുന്ന് നടത്തിയ കാര്യങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നമ്മൾ മോസസിനെ നോക്കുമ്പോൾ, മോസത്തിന്റെ ജനിച്ച നാള് മുതൽ കർത്താവ് ദൈവം മോസസിന്റെ കൂടെ ഉണ്ടായിരുന്നു. 80 വയസ്സായപ്പോൾ ആ ബേണിംഗ് ബുഷിൽ കൂടെ ദൈവം മോസസിനെ വിളിച്ച് അവരുടെ കൂടെ നടന്ന് ഈജിപ്തിൽ കൂടെ ഇരുന്ന് എല്ലാ ഇതിലും കൂടെ നടത്തിയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ആ ഡെഡ് സീ പിളർന്ന് അതിൽ കൂടെ നടത്തി, ആ ഡെസേർട്ടിൽ കൂടെ മോസസിനെ ഇസ്രയേൽ മക്കളെയും യഹോവ കൂടെ ഇരുന്ന് നടത്തി അവർക്ക് വേണ്ട ആഹാരവും വെള്ളവും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കൊടുത്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും സ്ഥാപിച്ച് അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്തു. അങ്ങനെ ആ മോസസ് ഹോരേബ് പർവ്വതത്തിൽ 40 ദിവസം ഉപവസിച്ചു. ആ 10 കൽപ്പനകൾ ലഭിച്ച കാര്യം നമ്മൾക്കറിയാം. ഈ 40 ദിവസത്തെ പറ്റി പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവാസമോ കഴിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ബൈബിളിൽ പറയുന്നുണ്ട് പലയിടത്തും. ഏതാനും ചില കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ, ഏലിയാവ് ഇസബേലിനെ പേടിച്ചോടിയപ്പോൾ 40 ദിവസം നടന്നിട്ടാണ് ഹോരേബ് പർവ്വതത്തിൽ വരുന്നത്. യേശുക്രിസ്തു തൻ്റെ മിനിസ്ട്രിയുടെ മുമ്പിൽ 40 ദിവസം ഉപവസിച്ചതായിട്ട് നമുക്കറിയാം. ഉയർപ്പിനും ആരോഹണത്തിനും ഇടയ്ക്ക് 40 ദിവസമാണ്. കൂടാതെ Psalm 139 ദാവീദ് പറയുന്ന പോലെ ദൈവം നമ്മളെ ഭയങ്കരമായും അത്ഭുതകരമായും അമ്മയുടെ ഉദരത്തിൽ നിർമ്മിച്ചിരുന്നത് 40 ആഴ്ച കൊണ്ടാണ്. അങ്ങനെ 40കളുടെ പല കണക്കുകളും നമ്മൾക്കറിയാം. അപ്പോൾ ഈ ഏലിയാവിന്റെ കൂടെ നമ്മൾ ഏലിയാവിന്റെ ചരിത്രം നോക്കുമ്പോൾ, കർമ്മേൽ പർവ്വതത്തിൽ ബാൽ പുരോഹിതന്മാരെ വെല്ലുവിളിച്ച് ഒടുവിൽ അവരെ മുഴുവൻ നശിപ്പിച്ച് ജയാളിയായ ഏലിയാവ് അത് കഴിഞ്ഞപ്പോൾ തൻ്റെ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി 2 കാര്യത്തിലും ടയേർഡായി ഏലിയാവ് അവസ്ഥയിലിരിക്കുമ്പോൾ ജെസബേൽ ത്രട്ടൻ ചെയ്യുന്നു, നിന്നെ ഞാൻ കൊല്ലും. ഏലിയാവ് എന്തോ ചെയ്യുന്നു? സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും
സുബോധത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ഭീരുത്വത്തിന്റെ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൂടെ എന്ന കാര്യം മറന്നുകൊണ്ട് സ്വന്തം നിശ്ചയത്തിൽ ഓടുന്നു. കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, അവശനായി വീണു മരിച്ചത്താ മതി എന്നുള്ള രീതിയിൽ ഏലിയാവിരിക്കുന്നു. എന്നാൽ അവനെ നടത്തിയ ദൈവം ഏലിയാവിനെ കൈവിടുന്നില്ല. പോയി വേണ്ട ആഹാരം കൊടുത്തു, നല്ല ഉറക്കം കൊടുത്തു, വീണ്ടും ആവശ്യമുള്ള ആഹാരം കൊടുത്തു. ആ 40 ദിവസം ഓരോ പർവ്വതത്തിലേക്ക് നടക്കാനുള്ള എനർജി കൊടുത്തു ഏലിയാവിനെ നടത്തും. ഒടുവിൽ ആ ഗുഹയിൽ കൂടെ വന്നപ്പോൾ ഭൂകമ്പത്തിലുമല്ല, കൊടുങ്കാറ്റിലുമല്ല, തീയിലുമല്ല, പിന്നെ ആ മന്ന മാതിരിയിൽ കൂടെ മൃദുലമായി യഹോവ ഏലിയാവിനോട് സംസാരിച്ച് സ്ഥിരപ്പെടുത്തി ബലപ്പെടുത്തി തൻ്റെ മിനിസ്ട്രി തുടങ്ങാനായിട്ട് വിടുന്നു. ഒരു ഏലിയാവിനെ സംബന്ധിച്ച് തൻ്റെ ഭക്തനായ ഏലിയാവിനെ ജീവനോടെ കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നു, ദൈവം എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ വായിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് ജോനായുടെ കാര്യം നോക്കുമ്പോൾ ജോന പറഞ്ഞ വീട്ടിലേ പോവാതെ വേണ്ട ബോധിച്ച വഴിയിൽ പോയി. എന്നാൽ ജോനായെ ബലാത്കാരമായി പിടിച്ച് നിനവയിൽ കൊണ്ടുവന്ന കാര്യം നമുക്ക് ഓരോരുത്തരും അറിയാം. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ആ ക്രൂശിലെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം ക്ലിയോപ്പാസും അവന്റെ കൂടെയുള്ള മറ്റൊരു സഹശിഷ്യരും അവരെ ആശയറ്റ് ദുഃഖിതരായി എന്ത് ചെയ്യണമെന്നറിയാതെ തമ്മിൽ പറഞ്ഞുകൊണ്ട് പെരിയ നടന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൂടെയിരുന്ന് അവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് അവരോട് തിരുവഴുത്തിന്റെ ആഴമായ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് ആ അപ്പം നുറുക്കി അവരുടെ ശരീരത്തിന്റെ ആത്മാവിന്റെയും ബലത്തിനായി കൊടുത്ത് ആ നുറുക്കിയതിൽ കൂടെ കർത്താവ് ആരാണെന്ന് അവർക്ക് വെളിപ്പെട്ടു. അതിൻ്റെ റിസൾട്ട് എന്താകുന്നു? ഇവരുടെ ക്ഷീണവും സർവ്വതും മാറ്റി സർവശക്തിയും പ്രാപിച്ച് അങ്ങോട്ട് എമ്മൗസിലേക്ക് ആശയറ്റ് സങ്കടത്തോടെ ക്ഷീണിച്ച് നടന്ന മനുഷ്യർ പൂർണ്ണ ശക്തി പ്രാപിച്ച് ആത്മാവിൻ്റെ 2 3 ഫലങ്ങളായ സന്തോഷവും സമാധാനവും കൈക്കൊണ്ടുകൊണ്ട് യെരൂശലേമിലേക്ക് ഓടുന്നതായിട്ടാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു പ്രധാന കാര്യം നമ്മൾ അത് ഓർത്തിരിക്കേണ്ടത്, ദൈവം സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരുന്നു, അതറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എരിവുണ്ടോ? അത് കേട്ട് മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതോ തുടങ്ങുമ്പോഴേ വാച്ച് നോക്കിയിരിക്കുകയാണോ ഈ മനുഷ്യനെ എപ്പോഴാ തീർക്കുന്നെന്ന് നോക്കി? അങ്ങനെ കർത്താവ് ഇവരോട് കൂടെ നടന്ന കാര്യം നമ്മൾ അറിയാം. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ കർത്താവ് കഴിച്ച യാഗം ലോകത്തിനും മനുഷ്യർക്കും ഒരു ഫൂളിഷ്നെസ്സും ഒരു ട്രാജഡിയുമായിരുന്നെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ അതൊരു ഗ്ലോറിയസ് വിക്ടറി ആയിരുന്നു. മനുഷ്യന് മ്ലേച്ഛതയെന്ന് മനുഷ്യർ കണ്ടുപിടിച്ചത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയായിട്ട് മാറിയതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ മരണത്തെ ജയിച്ച കർത്താവ്, ജീവിച്ചിരിക്കുന്ന കർത്താവ് ഇന്നും എന്നും തന്നെ നോക്കി വിളിക്കുന്നവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും അവരോടുകൂടെ പങ്കുചേരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നെന്ന് നമ്മൾക്ക് ബോധ്യം വരണം. അങ്ങനെ ദൈവിക നിയോഗത്താൽ ദൈവം നമ്മളെ നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിലും ദൈവം കൂടെ നടക്കുമ്പോൾ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും, പറയുന്നിടത്തേക്ക് പോകേണ്ടി വരും. ഫിലിപ്പിനെ നോക്കുമ്പോൾ
ശമരിയയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പം ദൈവം പറഞ്ഞു, നിന്നെ വേറെ അടുത്തോട്ട് അയക്കുന്നു. ഫിലിപ്പ് സമ്മതിച്ചു. ദൈവദൂതൻ ഫിലിപ്പിനെ എടുത്തുകൊണ്ട് ആ എത്യോപ്യൻ ഷണ്ടന്റെ അടുത്തേക്ക് ഇറക്കി വെച്ചു. അവിടെ ആ മഞ്ചത്തിലിരുന്ന ഷണ്ടനോട് തിരുവചനത്തിന്റെ വചനം വെളിപ്പാക്കി കൊടുത്തു. ഈ ഷണ്ടൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് തിരിച്ച് എത്യോപ്യയിൽ പോയി ആഫ്രിക്കയിൽ തന്റെ സഭ സ്ഥാപിക്കുന്നതിനുള്ളൊരു കാരണമായി തീർന്നു. അങ്ങനെ ദൈവം മനുഷ്യരുടെ കൂടെ നടന്ന ധാരാളം എപ്പിസോഡുണ്ട്. നമുക്കതെല്ലാം കൂടെ നോക്കാൻ സമയമൊന്നുമില്ല. അപ്പോൾ ഇനിയും നമുക്കപ്പോൾ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത് നമ്മളുടെ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണെന്ന് നടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ അഗെയിൻ ബൈബിൾ തുടങ്ങുമ്പം നമ്മൾ ജനസിസ് 5 കാണാം. ആദാമിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതായിട്ട് നമുക്ക് വായിച്ചിരിക്കുന്നു. അന്ന് മനുഷ്യന്റെ ആയുസ് 800-900 വർഷങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഈ ദാസനെ 300 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ജീവനോട് എടുത്തുകൊണ്ട് പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതേപോലെ തന്നെ ഡേവിഡ് ദൈവത്തിന്റെ കൂടെ നടന്ന കാര്യങ്ങൾ നമ്മൾക്കറിയാം. ശിഷ്യന്മാരും പൗലോസപ്പോസ്തലന്മാരും എല്ലാവരും ദൈവത്തിന്റെ കൂടെ നടന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ധാരാളം പേരുണ്ട്, ധാരാളം പേര് ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ദൈവത്തിന്റെ കൂടെ നമ്മൾ ഈ പദ്ധാവിൽ നടക്കണമെങ്കിൽ നമുക്കതിനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം. അതില്ലാതെ നടന്നാൽ നമ്മൾ അതൊരിക്കലും സക്സസ് ആകാൻ പോകത്തില്ല. ഒന്നാമതായിട്ട് ആ ദൈവത്തിന്റെ കൂടെ നടക്കാനും ദൈവവചനങ്ങളെ പഠിക്കാനും ഉള്ളൊരു ദാഹം വേണം. ആ സാം 42 പറയുന്നത് പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെന്ന് ദാഹം തീർക്കാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനുള്ള ഒരു ആത്മദാഹം നമ്മൾക്ക് വേണം. അപ്പോൾ നമ്മുടെ ആത്മാവോട് നമ്മൾ തന്നെ ചോദിക്കണം, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷമിച്ച് ഇരിക്കുന്ന എന്തിനെ, വിഷാദിച്ചിരിക്കുന്ന എന്തിനെ? നമ്മുടെ മുഖപ്രകാശ രക്ഷയും നമ്മുടെ ജീവന്റെ ബലവുമായ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ച് എല്ലാത്തിനും സ്തോത്രം കരയേറ്റിക്കൊണ്ട് ജീവിക്കുന്നതിന് ഉള്ളൊരു തീരുമാനവും പ്രിപ്പറേഷനുമായിട്ട് നമ്മൾ വരണം. ദാവീദിനെ പോലെ ആ സാം 63:5 ദാവീദ് പറയുന്നത് പോലെ നമ്മുടെ കിടക്കയിൽ നാം അവനെ ഓർക്കുകയും രാത്രിയുടെ ഉറക്കം വരാത്ത യാമങ്ങളിൽ അവനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സമയം ചെലവാക്കണം. കർത്താവ് മാത്യു 6:6 നമ്മളോട് പറഞ്ഞതുപോലെ ആ അറയ്ക്കകത്ത് കയറി ദൈവവുമായിട്ട് നേരിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളുടെ ജീവിതം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. എഫേസ്യൻ 5 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നാം ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവവും സ്വഭാവവും ഉള്ളവരായി നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും മനസ്സോടും സ്നേഹിച്ച് ആ പുതിയ കൽപ്പനയായി നമ്മൾ തമ്മിൽ സ്നേഹിക്കാമെന്നുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം നമ്മൾ ഇതിന് തുടരാൻ. അതേസമയം ദൈവത്തോടും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യനോടും ഒരു നിരപ്പിന്റെ അനുഭവത്തിൽ ജീവിച്ച് അന്യോന്യം ക്ഷമിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുത്തിരിക്കണം. നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണപ്രസാദവും ഉള്ള നമ്മളുടെ ഓരോരുത്തരിനുമുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി
അത് ചെയ്യുന്നവരായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾക്ക് വേണം. ദുർമാർഗത്തിലും മ്ലേച്ഛകരമായ സംസാരത്തിലും അനുസരണം കെട്ടവരുടെ കൂട്ടാളികളുമായി ദൈവകോപം നമ്മുടെ മേൽ വരുത്തി വയ്ക്കാതെ നമ്മുടെ സ്വഭാവത്തിലും ആരാധനയിലും ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി കർത്തൃസന്നിധിയിലേക്ക് ഉയരുന്ന ധൂപമായി മാറണം. 1 യോഹന്നാൻ 5:7 പറയും പോലെ ഇരുളില്ലാതെ പ്രകാശമാകുന്ന കർത്താവിന്റെ പ്രകാശം അന്ധകാരം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് വന്ന് പ്രകാശിപ്പിക്കാനായിട്ട് അനുവദിക്കണം. ജോൺ 8:31-32 കർത്താവ് പറഞ്ഞതുപോലെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ ശിഷ്യന്മാരാകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ യേശു ക്രിസ്തു സത്യമെന്ന് നമുക്ക് മനസ്സിലാകും. ആ സത്യമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ശമരിയ സ്ത്രീയോട് ജോൺ 4:24 കർത്താവ് പറഞ്ഞ പോലെ ആത്മാവാകുന്ന ദൈവത്തിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾക്ക് വരും. അതിന് കാരണം എന്നാകുന്നു പറയുന്നു. ജോൺ 6:63 പറയുന്നത് പോലെ ആത്മാവാകുന്നു ജീവനെ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ പാതാവിൽ നമ്മൾ നടക്കുമ്പോൾ ആ പ്രിപ്പറേഷനിൽ നമ്മൾ അറിയേണ്ടത് ജോൺ 14:6 അവൻ തന്നെ ജീവനും അവൻ തന്നെ വഴിയും വാതിലും ജീവനും ശക്തിയും ആകുന്നു. അവനിൽ കൂടാ ആരും തന്നെ സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താകുന്നു? ഈ ആടുകളായ നമ്മൾ ജോൺ 10:9 പറയുന്ന പോലെ ആ നല്ലിടയന്റെ വാതിലിൽ കയറി സംരക്ഷണവും ജീവനും രക്ഷയും പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. So we know that it needs a lot of preparation and commitment if we decided to walk with the risen Christ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതുപോലെ മാത്യു 7:13-14 കർത്താവ് നമ്മളെ വാൺ ചെയ്തത് നാശത്തിന്റെ വാതിൽ വലുതും വഴി വിശാലവുമാകുന്നു. It is easy to find and walk towards destruction. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വാതിൽ ഇടിഞ്ഞതും പാത ഞെരുക്കവും ഉള്ളതിലാകുന്നു. അതിനാലാണ് കർത്താവ് നമ്മളെ വാൺ ചെയ്യുന്നത്. പലരും അത് അന്വേഷിക്കും, പക്ഷെ കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ലൂക്ക് 13:24 നമ്മളെ വാൺ ചെയ്യുന്നത് അതാകുന്ന കർത്താവ് വീണ്ടും പലരും ഇതിൽ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കും, പക്ഷെ പലർക്കും അത് ഈ ലോകത്തിന്റെ പിന്നാലെ പോയി അത് സാധ്യമായി വരത്തില്ല. അതുപോലെ മാത്യു 22:14 കർത്താവ് വീണ്ടും അതേപ്പറ്റി നമ്മളോട് പറയുന്നത് വിളിക്കപ്പെട്ടവരോ അനേകർ, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. സോ കർത്താവ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാണ്? നമ്മൾ ഈ പാതാവിൽ നടക്കാൻ തീരുമാനിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ കൂടെ നടന്നതുപോലെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വോക്ക് ഇൻ ദ പാർക്ക്. നമ്മൾ ഈ പാതാവിൽ ഈ പദ്ധതിക്ക് ഇറങ്ങുമ്പോൾ വളരെ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലൂക്ക് 9:57-62 വായിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്നാമതായി കർത്താവിന്റെ കൂടെ നടക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ആ യാത്ര വളരെ ഒരു അൺസർട്ടൺ ഫ്യൂച്ചറാണ് കൊടുക്കുന്നെന്നുള്ളത് നമ്മൾക്ക് വിവരം വേണം. 9:57 ഒരാൾ വന്ന് കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു, അത് വളരെ നല്ല കാര്യം തന്നെ, നിന്റെ തീരുമാനം വളരെ നല്ലത് തന്നെ. പക്ഷേ നീ ഒരു കാര്യം ഓർത്തു കൊള്ളണം,
കുറുക്കന് കുഴിയുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ലെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നീ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ. പ്രിയ സ്നേഹിതരെ, ഈ കർത്താവിനെ തെരഞ്ഞെടുത്ത പല ദൈവദാസന്മാരുടെയും അനുഭവം ഇതാണെന്ന് നമ്മൾ ഓർത്തു കൊള്ളണം. മറ്റൊരു കാര്യം, ഇതിനിറങ്ങിയാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒന്നാമതായിട്ട് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾക്ക് വേണം. അതുകൊണ്ടാണ് 9:59 കർത്താവ് ഒരുവനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ശീമോൻ പത്രോസിനോടും സെബദി മക്കളായ യാക്കോബും യോഹന്നാനോടും പറഞ്ഞതുപോലെ ഇവനോട് പറഞ്ഞു, നീ അനുഗമിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അനുഗമിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് ശുശ്രൂഷിച്ച് അവരെ അടക്കിയിട്ട് ഞാൻ വരാം. കർത്താവ് കൊടുത്ത ആൻസർ എന്നാ? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക. കർത്താവെ, ഇതാകുന്നു കർത്താവിൻ്റെ. അതുകൊണ്ടാണ് കർത്താവ് ലൂക്ക് 14:26 ഓൺ ചെയ്യുന്നത്, എൻ്റെ പുറകെ തിരിച്ചാൽ എൻ്റെ നിമിത്തം ചിലപ്പോൾ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. തേർഡ് തിങ് ടു ഹാവ് ദിസ് വാക്ക്, ഈ നടത്തിപ്പിന് പോണെങ്കിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. 9:61 ഒരു മനുഷ്യൻ ഇതുപോലെ വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ പോയി എൻ്റെ വീട്ടുകാര്യമെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഞാൻ വരാം, എവിടെ വേണേലും വരാം. അവനോട് കർത്താവ് കൊടുത്ത ആൻസർ എന്നാ? പ്രിയ സ്നേഹിതര, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവർക്ക് പറ്റിയൊരു പണിയല്ല. കാരണം നീ തിരിഞ്ഞു നോക്കി നിന്റെ വീട്ടുകാരെയും മറ്റേടത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നാലേ ഈ കാള പോതിച്ച വഴിയെ പോവും, കലപ്പ ഉഴണ്ടിയിട്ട് ഉഴത്തില്ല. അപ്പോ നീ ഈ പണിക്കിറങ്ങണമെങ്കിൽ നീ മുന്നോട്ട് നോക്കണം. നേരെയുള്ള പാതയിൽ കർത്താവ് കാണിച്ച ആ പാതയിൽ കലപ്പ പിടിച്ച് കാളയെ നടത്തി ഉഴാൻ പഠിക്കണം. അപ്പോൾ നിനക്ക് സഹായം വേണമെങ്കിൽ പുറകോട്ട് വീട്ടുകാരോടല്ല ചോദിക്കണ്ടേ. 121 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഉയരത്തിൽ പർവ്വതങ്ങളിലേക്ക് നോക്കുക, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച് യഹോവയിൽ നിന്ന് വരുന്നു. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ആ ഉറക്കമില്ലാത്ത യഹോവ നിന്റെ കാൽ വഴുതാതെ നേരെയുള്ള പാതയിൽ ഉഴുവാനുള്ള അവസരം തന്നെ ദൈവവചനമായ വിത്തുകൾ വിതച്ചിട്ട് 30, 60, 100 മേനി വിളവ് വരുത്തുന്ന ആയിട്ട് ഉഴുത് നടാൻ സാധിക്കും. ചുരുക്കത്തിൽ കർത്താവിൻ്റെ കൂടെ സേവിച്ച് അങ്ങനെ നടക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു മാർഗമല്ല. ഇതൊരു സുഖജീവിതത്തിനുള്ളൊരു മാർഗമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ തിരിക്കരുത്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സെർവൻ ഗോഡിനെയാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ മോട്ടോ എന്ന് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കാനായിട്ട്. നോട്ട് ബി മിനിസ്റ്റേഡ് ആൻഡ് ബട്ട് മിനിസ്റ്റർ. ആ ഒരു പ്രിൻസിപ്പിൾ ഉള്ളോട് മാത്രമേ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാവൂ. നമ്മൾ അപ്പോൾ അതിന് ഫോളോ ചെയ്യുന്നതിനുള്ള മോട്ടിവേഷൻ നമുക്ക് വേണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയൻ 2 പറയുന്നത് പോലെ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ നമ്മളുടെ ഹൃദയത്തിനെയും മനസ്സിനെയും ദൈവത്തിൻ്റെ മനസ്സിനോട് അനുരൂപമാക്കി ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് വേണം.
ഇതിന് കാരണം എന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് സർവവും ഒഴിഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവിന്റെ കൽപ്പനയിലൂടെ അനുസരണമുള്ളവനായിട്ട് ജീവിച്ചു. ആ ഒരു കർത്താവിനെ ഫോളോ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആകത്തുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒത്തിരി താഴ്മയുള്ളവനാണ്, വിനയമുള്ളവനെന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവ് താഴ്ന്നിടത്തോളം ഒരുത്തർക്കും താഴാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കർത്താവിനെ സംബന്ധിച്ച് ഒഴിവാനായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ കർത്താവ് പറയുന്ന ഒരു മാർഗമേ ഉള്ളൂ. എൻ്റെ കൂടെ നടക്കണമെങ്കിൽ മാത്യു 16:24-26 നമ്മളോട് പറയുന്നത്, എൻ്റെ കൂടെ നടക്കേണ്ടി ഒരു തന്നെത്താൻ വെടിഞ്ഞ് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. പ്രിയ സ്നേഹിതരെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ. അതുകൊണ്ടാണ് കർത്താവ് തുടർന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവനെ രക്ഷിപ്പാൻ ശ്രമിച്ചാൽ നമ്മൾ അതിനെ കളയും. എന്നാൽ എൻ്റെ നാമനിമിത്തം ജീവനെ കളയുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ടെമ്പററി ലൈഫ്, ഈ ചെറിയ ഈ ലോകത്തിലുള്ള അവസരത്തിലെ നിങ്ങൾ ഈ ലോകം മുഴുവനും സമ്പാദിച്ചാലും നിങ്ങൾക്ക് ആ നിത്യജീവനായി ഇറ്റേണൽ വിത്ത് thousands of years or endless eternal ലൈഫ് നഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഈ സമ്പാദ്യം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് നമ്മളോട് ചോദിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മൾ ഇറങ്ങിത്തിരിച്ച് നിന്റെ ആദരം കൊണ്ട് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നടന്നുകൊണ്ട് ഹൃദയം കൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തവർക്ക് എൻ്റെ രാജ്യത്തിൽ അവകാശമില്ലെന്ന് കർത്താവ് പറഞ്ഞത്. സോ ഹാവിങ് സെഡ് ദാറ്റ്, ഈ മാർഗത്തിൽ നടക്കേണ്ടിരുന്നതിന് നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. We just rely on God's promises and providences. കാരണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾക്ക് ഒരു നാളും മാറ്റമുണ്ടാകയില്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാകുന്ന കർത്താവ്. അപ്പോൾ അതിൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, നീ ഇറങ്ങിത്തിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കയിൽ ഞാൻ നിന്നെ വഹിച്ചുകൊള്ളും. അതുകൊണ്ട് മാത്യു 11:28-30 കർത്താവ് പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ ഈ ഭാരം ചുമന്നുകൊണ്ട് ഈ ലോകത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാരമെല്ലാം ഈ ചുമട് താങ്ങിയായ എൻ്റെ മേലിട്ടുകൊണ്ട് സൗമ്യതയും താഴ്മയുള്ളതുമായ എൻ്റെ ലഘുവായ ഭാരവും മൃദുലമായ നുഖവും ഏറ്റുകൊണ്ട് എന്നെ അനുഗമിക്ക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കണ്ടാലും ലോകാവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായും ആശ്രയമില്ലാത്തവരുമായി വിടുകയില്ല. ദാറ്റ് ഈസ് ദ പ്രോമിസ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഈ രാവിലെ നമ്മൾക്ക്
ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഹീബ്രു 12:1-2 2 തിമോത്തി 4:7 പറയുന്നതുകൊണ്ട് നമ്മളെ നമ്മളെ സമർപ്പിക്കുക. നമ്മുടെ എല്ലാ ഭാരങ്ങളും മുറുകെ പിടിക്കുന്ന പാപങ്ങളും വിട്ടിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നല്ല പോർ പൂർത്തി വിശ്വാസം കാട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി നല്ല ഒരു അന്ത്യം പ്രാപിച്ച് ആ നീതിയുടെ കിരീടം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ഓരോരുവരെയും സഹായിക്കട്ടെ. നമ്മൾ ഈ ദൈവവചനം ഇന്ന് നമ്മളോട് സംസാരിച്ചെങ്കിൽ നമ്മൾക്കും ആ നാഗൽ സായിപ്പിനെ കൂടെ നമുക്ക് തന്നെ നമ്മളെയും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാം. വിശ്വാസത്തിന്റെ നായക ഈ നിന്റെ യോദ്ധാവേ, വിശ്വസ്തനാക്കി കാക്കുക അന്ത്യ നേരത്തും നല്ല പോർ പൊരുതും ഞാൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ താൻ സൈന്യത്തിൽ താൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മാശക്തിയാ നല്ലവാ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.